എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് വിവാഹ തടസ്സം മാറാൻ വേണ്ടി ഞാൻ തന്നെ ഇഷ്ടംപോലെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതിനകത്ത് ഏറ്റവും കൂടുതൽ വഴിപാട് പറഞ്ഞിട്ടുള്ളത് നവഗ്രഹ അർച്ചന തന്നെയാണ്. എല്ലാവർക്കും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നവഗ്രഹ അർച്ചന തന്നെ പറയുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ സാധാരണ വഴിപാട്, അതായത് വിവാഹ തടസ്സം മാറാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ടും കഴിക്കുന്ന വഴിപാട് സ്വയംവരവും ബാണേശ്വരി ആയിരിക്കും. പക്ഷേ ഒരു നവഗ്രഹ അർച്ചനയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ 9 ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഏത് പ്രശ്നത്തിലാണോ നേരിടുന്നത്, ഉദാഹരണത്തിന് ജോലിയാകാം, വിവാഹ തടസ്സമാകാം, ഇപ്പോൾ ഈ 9 ഗ്രഹങ്ങളെ അനുകൂലമാക്കാൻ വേണ്ടിയാണ് നമ്മൾ നവഗ്രഹ അർച്ചന ചെയ്യുന്നത്. ഈ പൂജ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ക്ഷേത്രത്തിൽ 50 പേരുണ്ടെങ്കിൽ 50 പേരെയും പങ്കെടുപ്പിച്ചിട്ടാണ് ഈ പൂജകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നവഗ്രഹ പൂജ ഞാനത് മിക്ക ആൾക്കാരോടും ചെയ്യേണ്ടെന്ന് പറയുന്നത്. കാരണം നല്ലപോലെ ചെയ്യുന്ന തിരുമേനിമാരും ഉണ്ട്, അല്ലാതെ ചുമ്മാ ചെയ്തു തരുന്ന തിരുമേനിമാരുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തി നവഗ്രഹാർച്ചന ചെയ്യുമ്പോൾ ആ നിൽക്കുന്ന തിരുമേനി ഇല്ലെങ്കിൽ ശാന്തിക്കാരൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സംതൃപ്തി ഉണ്ടാകണം, അല്ലേ? എൻ്റെ ഈ തിരുമേനി എന്തായാലും നല്ലതുപോലെ ചെയ്തു തന്നിട്ടുണ്ട്, എൻ്റെ കൊച്ചിൻ്റെ കാര്യം നടക്കും. നമുക്കൊരു, അല്ലാതെ ചുമ്മാ കുറേ പൂ കൊടുത്ത് 9 പേർക്ക് വലിച്ചു വാരി എറിഞ്ഞ് കുറേ പ്രസാദം എടുത്ത് തന്നിട്ട് കാര്യമില്ല. അപ്പം അതാണ് ഞാൻ എന്നെ വിളിക്കുന്ന ആൾക്കാരോട് പറയുന്നത്, ഇത് നിങ്ങൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ആ തിരുമേനിയായിട്ട് ഒന്ന് കണ്ട് സംസാരിച്ച്, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കുന്നില്ല, അപ്പം നവഗ്രഹാർച്ചനയുണ്ട്, നല്ലതുപോലെ ചെയ്തു തരുമ്പോൾ ആ തിരുമേനി ആത്മാർത്ഥമായിട്ട് ചെയ്തു തരും. മിക്ക ക്ഷേത്രങ്ങളിലും നല്ല പോലെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ എനിക്കറിയാവുന്ന ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ മുല്ലക്കമ്പലത്തിൽ രഞ്ജിത്ത് തിരുമേനി നല്ലപോലെയാണ് ചെയ്യുന്നത്. രഞ്ജിത്ത് തിരുമേനി മാത്രമാണ് അവിടെ നവഗ്രഹ അർച്ചന നല്ലതുപോലെ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും പറയുന്നത് തട്ടാരമ്പലം, അതായത് മാവേലിക്കരയിലുള്ള തട്ടാരമ്പലം സരസ്വതി ക്ഷേത്രത്തിൽ അവിടെ നിൽക്കുന്ന തിരുമേനി നല്ലതുപോലെയാണ് ചെയ്തു തരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കിടങ്ങൂരുള്ളവർക്കാണെങ്കിൽ മുരുകൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെ നിൽക്കുന്ന തിരുമേനിയും നവഗ്രഹാർച്ചന നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തു തരുന്നത്. പിന്നെ നമ്മൾ തെന്മല സൈഡിൽ ഒരു മുരുകൻ്റെ ഒരു അമ്പലമുണ്ട്, അവിടെ നവഗ്രഹങ്ങളുണ്ട്, അവിടെ നല്ല പോലെയാണ് ചെയ്യുന്നത്. പിന്നെ അറിയാവുന്ന ഭക്തജനൊന്ന് കമൻറ്റ് ചെയ്യുക നവഗ്രഹ ക്ഷേത്രങ്ങളുള്ളത്, അപ്പം ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ഗുണം ഉണ്ടാകും. അപ്പോൾ ഈ നവഗ്രഹ അർച്ചന ചെയ്തെങ്കിൽ മാത്രമേ വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടത്തുള്ളൂ. അല്ലാതെ കുറേ സ്വയംവര മന്ത്ര അർച്ചന, ബാണേശ്വരി മന്ത്ര അർച്ചനയൊക്കെ ചെയ്താൽ നമുക്ക് മാറിക്കിട്ടത്തില്ല. പിന്നെ ഓരോരുത്തരുടെ ജാതകത്തിൽ ചില ഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങൾക്ക് ദോഷം മാറ്റിയെങ്കിൽ മാത്രമേ നമുക്കത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹം നടക്കാത്തത്, അതായത് ആ ഗ്രഹത്തിനും കൂടെ നമുക്ക് പ്രത്യേകപരമായ പൂജകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രം, അതായത് ഇതുവരെ നിങ്ങളുടെ ആരുടെയും വിവാഹം നടന്നില്ല, ആ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക, എനിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കബഡി വെച്ച് നോക്കി പറഞ്ഞു തരാം. പിന്നെ മിക്ക ആൾക്കാരും പറയാറുണ്ട് 21 ആഴ്ച നവഗ്രഹാർച്ചന കഴിഞ്ഞിട്ടും ഈ വിവാഹ കാര്യങ്ങൾ വരാത്തത് നവഗ്രഹാർച്ചന തന്നെ തുടർന്ന് പോയാൽ മതി, അല്ലാതെ നമ്മൾ വേറെയുള്ള ഒത്തിരി പൂജകൾ ഇതിന് വേണ്ടി നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നവഗ്രഹാർച്ചന തന്നെ ചെയ്യുന്നതായിരിക്കും വിവാഹ തടസ്സങ്ങൾ മാറാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരം. പിന്നെ അവരവരുടെ ഗ്രഹനില അനുസരിച്ച് ഉപദേവത പ്രീതിയോ ഇല്ലെങ്കിൽ കുടുംബദേവതയുടെ പ്രീതിയോ നമുക്ക് അത് നോക്കിയിട്ട് അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ വിവാഹപരമായി പൊതുവെ ഒരു തടസ്സം മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വഴിപാട്, നമ്മളൊരു തേങ്ങ എടുക്കുക. ഈ തേങ്ങ എടുത്തിട്ട് നമ്മുടെ കുട്ടികൾ, അതായത് നിങ്ങളുടെ കുട്ടികൾ വിദേശത്താണെങ്കിൽ അമ്മമാർ തന്നെ ചെയ്യുക. ഈ തേങ്ങയുടെ കണ്ണ് നോക്കി ആഗ്രഹം പറഞ്ഞ്, അതായത് തേങ്ങ നമ്മൾ കയ്യിലെടുക്കുക. തേങ്ങ കയ്യിലെടുത്തിട്ട് എൻ്റെ മകന് വിവാഹം നടക്കുന്നില്ല, ഇല്ലെങ്കിൽ എൻ്റെ മോക്ക് കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി പറഞ്ഞ്, അതായത് നിങ്ങളുടെ കുടുംബക്ഷേത്രം കാണും, ഒന്നെങ്കിൽ ദേശദേവതയ്ക്ക് ചെയ്യുക ഇല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ചെയ്യുക. അപ്പോൾ വിവാഹ തടസ്സം മാറാൻ വേണ്ടി ഈ ഒരു തേങ്ങ കയ്യിലെടുത്തിട്ട് ആരാണോ, ചിലപ്പോൾ അപ്പൂപ്പനായിരിക്കും ഇത് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ആ പയ്യൻ്റെ ആയിട്ടോട് അടുത്ത ബന്ധുക്കൾ, അച്ഛനെ അമ്മ ആർക്കാണെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാം. തേങ്ങ എടുത്തിട്ട് എൻ്റെ മോൻ്റെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ എൻ്റെ മോടെ വിവാഹം നടക്കുന്ന ആ ഒരു തടസ്സം മാറ്റി നമ്മൾ ഒഴിയരുത്. അവരുണ്ടെങ്കിൽ അവരുടെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കാര്യം പ്രാർത്ഥിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രധാനമായിട്ടിരിക്കുന്ന ശ്രീകോവിലുള്ള ദേവത, ചിലപ്പോൾ ദേവിയായിരിക്കാം, സുബ്രഹ്മണ്യനായിരിക്കാം, ശിവനായിരിക്കും, നിങ്ങൾക്ക് ഏത് ഈശ്വര സങ്കല്പത്തെയാണ് വിശ്വാസമുള്ള ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു 21 പ്രദക്ഷിണം ചെയ്യുക. 21 പ്രദക്ഷിണം, ശിവഭഗവാനൊക്കെ ഓം മുറിച്ച് കിടക്കാത്തതുകൊണ്ട് ഒറ്റ പ്രദക്ഷിണം മതി. ബാക്കി ഉള്ള ദേവതകൾക്ക് 21 പ്രദക്ഷിണം ചെയ്തിട്ട് ഈ ഒരു തേങ്ങ, അതായത് ദേവതയുടെ മുഖം ചിരിച്ച് വെക്കുക. തേങ്ങയുടെ കണ്ണ് ദേവതയുടെ നേരെ വെക്കണം. ഇപ്പം മുരുകൻ്റെ ക്ഷേത്രത്തിലെ പോകണമെങ്കിൽ മുരുക ഭഗവാന് 21 വലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം,
തേങ്ങയുടെ കണ്ണ് ഭഗവാന്റെ നേരെ വെക്കുക. അപ്പോൾ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് അവിടുത്തെ പ്രധാന ദേവന് അല്ലെങ്കിൽ സുബ്രഹ്മണ്യനാണെങ്കിൽ പഞ്ചമൃതം കൊടുക്കുക, ദേവിക്കാണെങ്കിൽ കടുംപായസം, കൃഷ്ണനാ വെക്കുന്നെങ്കിൽ ഭഗവാൻ ഒരു പാൽപ്പായസം കൊടുത്ത് ഈ ഒരു കാര്യം ഒറ്റ തവണ ചെയ്യുക. ഒറ്റ തവണ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രയും വിഷമത്തോടെയാണ് ഭഗവാനോട് നമ്മൾ അപേക്ഷിച്ച് തേങ്ങയുടെ കണ്ണു നോക്കി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ 21 വലത്ത് വെക്കുമ്പോഴത്തേക്കുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദുഃഖ ദുരിതങ്ങളും നമ്മുടെ മനോവേദനകളും നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും പ്രാർത്ഥിച്ച് വേണം 21 തവണ വലത്ത് വെക്കാൻ. വലത്ത് 1 2 കൂടിപ്പോയൊന്നും കുറഞ്ഞു പോയൊന്നും കുഴപ്പമില്ല. ആ ഒരു സമയത്ത് ചിലപ്പം എണ്ണാൻ പറ്റിയെന്ന് വരത്തില്ല. ഒന്നെങ്കിൽ 11 വലത്ത് വെക്കാം, ഒന്നെങ്കിൽ 7 വലത്ത് വെക്കാം. അത് ഭക്തജനങ്ങളുടെ യുക്തിപൂർവ്വം ചെയ്യുക. എന്തായാലും 7 കൂടുതൽ ഒരു പ്രദക്ഷിണം വെക്കണം. നമുക്ക് എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ. അപ്പം നമ്മൾ ഇത്രയും വലത്ത് വെക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വിചാരിച്ച്, അതായത് കുഞ്ഞുങ്ങളുടെ ഇല്ലെങ്കിൽ മോടെയോ മകൻ്റെ കാര്യം ഭക്തിപൂർവ്വം പറഞ്ഞ് ഭഗവാൻ ഈ ഒരു കാര്യം ചെയ്യുക. എന്തായിട്ട് നിലവിൽ ഉള്ള തടസ്സങ്ങൾ, അതായത് ഇതുവരെ വിവാഹത്തിന് ഒട്ടും ആലോചനകൾ വരാതിരിക്കുകയാണെങ്കിൽ ആ ഒരു തടസ്സം മാറി എന്തുകൊണ്ടും വിവാഹാലോചന നടന്നു കിട്ടും. ആ ഒരു തടസ്സം മാറും. ഇതൊക്കെ ചെയ്തിട്ട് മിക്കവരും പറയുന്നുണ്ട് തിരുമേനി പറയുന്ന പല കാര്യങ്ങളും ചെയ്ത്, പക്ഷേ ആലോചന വരും, നടന്നു കിട്ടത്തില്ല. അത് ഒന്നാമത്തെ കാര്യം, 100 വിവാഹ കാര്യങ്ങൾ മുടക്കുന്നത് ജ്യോത്സ്യന്മാരാണ്. ഞാൻ തന്നെ കുറേ ആൾക്കാർക്ക് 10 8 പൊരുത്തം ഇല്ലെങ്കിൽ 5 പൊരുത്തം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർ നോക്കിക്കുമ്പം പറയുന്ന അത്രയും പൊരുത്തമില്ല, ഇത് വേണ്ട, ദോഷമെന്നൊക്കെ പറയും. അത് എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് വിവാഹ കാര്യങ്ങൾ പകുതി മുടക്കുന്നത് ജ്യോത്സ്യന്മാരാണ്. പരസ്പരം ഇഷ്ടപ്പെട്ട ചെറുക്കനെയും പെണ്ണിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒരു ജ്യോത്സ്യനെ കാണുമ്പോൾ ആ ജ്യോത്സ്യനെ പറയും 10 പൊരുത്തം നടത്തണ്ടെന്ന് പറയും. അപ്പോൾ അവിടെ ഒരു വിശ്വാസ ഭംഗം ഉണ്ടായി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കല്യാണാലോചനകളൊക്കെ മുടങ്ങിപ്പോകുന്നുണ്ട്. ഇപ്പോൾ വിശ്വാസം ഈ ഒരു കാര്യം ക്ഷേത്രത്തിൽ തേങ്ങ വെച്ച് ചെയ്യുക. തീർച്ചയായിട്ടും പിറ്റേ ദിവസം തൊട്ട് നമുക്കതിന് വിവാഹ കാര്യങ്ങൾ നമ്മളെ മാട്രിമോണിയിലോ ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു ആലോചന വരും, അത് നടന്നു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അത്രയും വലത്തിട്ട് നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ പ്രാർത്ഥിച്ച് തേങ്ങ കൊണ്ടുവന്ന് ഇഷ്ടമുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ മക്കളുടെ വിവാഹം ഇതുവരെ നടന്നില്ലെങ്കിൽ ഇത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഒന്നെങ്കിൽ ഫോൺ വിളിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. ശരിയായ രീതിയിൽ തന്നെ ആ ഗ്രഹനില പരിശോധിച്ച ശേഷം മാത്രം വഴിപാടുകളായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ വിവാഹം നടക്കാൻ വേണ്ടി വലിയ വലിയ പൂജകളൊന്നും കാശ് മുടക്കി ചെയ്യാതിരിക്കുക. നമ്മുടെ മക്കളൊരു തിരിച്ചെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, അമ്മ ഈ വഴിപാടൊക്കെ ചെയ്തിട്ട് ജ്യോത്സ്യന്മാരും തിരുമേനിമാരും നന്നാകുന്നല്ലാതെ എൻ്റെ വിവാഹം ഇതുവരെ വന്നില്ല, എനിക്ക് ഇത്രയും പ്രായമായി, ഓരോ ദിവസങ്ങളും ഓരോ വർഷങ്ങളൊക്കെ കടന്നുള്ളൂ. ശരി തന്നെയാണ്, നമുക്ക് ഉത്തരവില്ല. അതാണ് നമ്മൾ വലിയ വലിയ വഴിപാടുകളൊക്കെ പൈസ മുടക്കി ചെയ്യാതിരിക്കുക. വിശ്വാസപൂർവ്വമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇതുവരെ വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. നോക്കി പരിശോധിച്ച ശേഷം മാത്രം അതിനുള്ള മറുപടികളും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ